നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ. ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും പ്രതീക്ഷകളാക്കി കണി കണ്ടുണർന്ന് മലയാളികൾ. സമൃദ്ധിയുടെ നല്ല കാലത്തെ വരവേറ്റുകൊണ്ട് ഇന്ന് വിഷു. പുത്തനാണ്ടിന് ഐശ്വര്യമേകാൻ മീനച്ചൂടിൽ പൂത്ത കണിക്കൊന്നയ്ക്കൊപ്പം ഓട്ടുരുളിയിൽ കൃഷ്ണവിഗ്രഹവും കണിവെള്ളരിയും വാൽക്കണ്ണടിയും കോടിമുണ്ടും കായ്ഫലങ്ങളുമെല്ലാം കണി കണ്ടുണർന്നാണ് വിഷുവിനെ വരവേറ്റത്. പിന്നെ കുടുംബത്തിലെ മുതിർന്നവർ കൈനീട്ടം നൽകി. വരും തലമുറയ്ക്കുള്ള കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകം കൂടിയാണ് വിഷു കൈനീട്ടം. ആചാരങ്ങൾക്കൊപ്പം ആഘോഷവും ഇഴചേരുന്നതാണ് വിഷു. പൂത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷത്തിമിർപ്പ് തലേന്നു തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വസ്ത്രധാരണത്തിലെ ട്രെൻഡുകൾ എത്ര മാറിയാലും പാരമ്പര്യത്തനിമയുണർത്തി കോടിവസ്ത്രമെടുത്തും തൂശനിലയിൽ സദ്യ വിളമ്പിയും മലയാളികളുടെ ആഘോഷങ്ങൾ തുടരും. കഷ്ടപ്പാടുകൾക്കിടയിലും സ്വപ്നം കാണാൻ പഠിപ്പിച്ച വിഷു വരും കാലത്തിൻ്റെ പ്രതീക്ഷയാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ വിഭവങ്ങളെ ആദരിക്കാനും വരും തലമുറയ്ക്കായി അവയെ കാത്തുസൂക്ഷിക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വിഷുവും. വിഷുപ്പുലരിയിൽ കണ്ണനെ കണി കാണാൻ ആയിരങ്ങളെത്തി. തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ക്രമീകരണങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത്. പുലർച്ചെ 2:55 മുതൽ 3:55 വരെയുള്ള 1 മണിക്കൂറായിരുന്നു വിഷുക്കണി ദർശനം. നാഴികമണി 2 അടിച്ചതോടെ മേൽശാന്തി TM നാരായണൻ നമ്പൂതിരി കുളിച്ച് ഈറനണിഞ്ഞെത്തി ആദ്യം ഗുരുവായൂരപ്പനെ കണി കണ്ടു. തുടർന്ന് നാളികേരമുറിയിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് ഗുരുവായൂരപ്പനെ കണി കാണിച്ചു. ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് ആലവട്ടവും വെഞ്ചാമരവും കൊണ്ട് അലങ്കരിച്ച് സ്വർണ്ണ സിംഹാസനത്തിൽ വെച്ചിരുന്നു. ഇതിനു താഴെയായാണ് ശാന്തിയേറ്റ കിഴിശാന്തിമാർ ചേർന്ന് ഓട്ടുരുളിയിൽ കണിക്കോപ്പ് ഒരുക്കിയിരുന്നത്. വിഷുക്കണി ദർശനത്തിനായി കിഴക്കേ ഗോപുരവാതിൽ തുറന്നതോടെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി. കൺകുളിർക്കെ കണ്ണനെയും കണിയും കണ്ടു തൊഴുതു. ദർശനം കഴിഞ്ഞവർക്ക് മേൽശാന്തി വിഷുക്കൈനീട്ടം നൽകി. ശ്രീലകത്തിനു പുറമെ നമസ്കാര മണ്ഡപത്തിലും കണിയൊരുക്കിയിരുന്നു. കണിദർശനം അവസാനിച്ചതോടെ വാകച്ചാർത്തും അഭിഷേകവുമടക്കമുള്ള പതിവ് പൂജകൾ ആരംഭിച്ചു. കണി ദർശനത്തിന് ശേഷവും ഗുരുവായൂരപ്പനെ ഒരു നോക്കു കാണാനായി ഭക്തർ എത്തിക്കൊണ്ടിരുന്നു. ക്ഷേത്രത്തിൽ വിഷുവിളക്ക് സമ്പൂർണ്ണ നെയ്വിളക്കായാണ് ആഘോഷിക്കുന്നത്. വിഷു സദ്യയും ഉണ്ടായിരുന്നു. ശ്രീ കാർത്തിനി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ടു മഹോത്സവത്തിന് കൊടിയേറി. ഏപ്രിൽ 13 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിൽ കാർത്തിക ആറാട്ടു മഹോത്സവം ആഘോഷിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് കൊടിയേറ്റ് നിർവഹിച്ചു. കൊടിയേറ്റത്തോടനുബന്ധിച്ച് രാത്രി 8:30 മുതൽ ഭക്തജനങ്ങൾക്കായി പ്രസാദഊട്ടുണ്ടായിരുന്നു. കൊടിയേറ്റം മുതൽ ആറാട്ടു വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ നട തുറക്കലിനു ശേഷം നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, ആറാട്ടെഴുന്നള്ളിപ്പ്, ആറാട്ടു കുളക്കടവിൽ പൂജ, നവകം പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി എന്നീ ചടങ്ങുകൾ നടക്കും. രാവിലെ 11:30 ഉത്സവക്കഞ്ഞി വിതരണമുണ്ടാകും. വൈകിട്ട് 6:30 വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഉത്സവത്തിന്റെ 6ാം ദിനമായ ഏപ്രിൽ 19 ഞായറാഴ്ച വലിയ ആറാട്ടിനോടനുബന്ധിച്ച് രാവിലെ 5:30 നട തുറക്കലും തുടർന്ന് വിശേഷാൽ പൂജകളും നടക്കും. ഭഗവതിയെ ആറാട്ടു കുളക്കടവിലെ പൂജയ്ക്ക് ശേഷം കൊമ്പൻ പുതുപ്പള്ളി കേശവന്റെ പുറത്തേറി തിരിച്ചെഴുന്നള്ളിക്കും. കലാമണ്ഡലം കുട്ടിനാരായണനും സംഘവും അണിനിരക്കുന്ന പഞ്ചവാദ്യം അകമ്പടിയാകും. തിരിച്ചെഴുന്നള്ളുന്ന ഭഗവതിയെ കൊടിമരച്ചുവട്ടിൽ പറവെച്ച് സ്വീകരിക്കും. തുടർന്ന് കൊടിയിറക്കം നടക്കും. 25 കലശം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി, ബ്രാഹ്മണിപ്പാട്ട് എന്നീ ചടങ്ങുകളും നടക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. പഞ്ചവാദ്യം അകമ്പടിയേകുന്ന എഴുന്നള്ളിപ്പുകൾ 5:50 മുതൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. തുടർന്ന് 8 മണിക്ക് വാദ്യകുലപതി വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണിത്വം വഹിക്കുന്ന പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. 26 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ഏപ്രിൽ 20 പുലർച്ചെ പൂരാവർത്തനത്തിനു ശേഷം രാവിലെ 8:30 മുതൽ വടക്കേ നടക്കൽ മധുവേല, 18ാം വാതിൽ കർമ്മം, ദണ്ടുപറി തുടങ്ങിയ ചടങ്ങുകളോടെ ആറാട്ട് മഹോത്സവത്തിന് സമാപനമാകും. തലക്കോട്ടുകര ഇടവകയിലെ ഞാലിക്കര സെന്റ് തോമസ് കപ്പേളയിൽ വിശുദ്ധ തോമാസ് ലീഹയുടെയും പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. വൈകിട്ട് 6-ന് ലതീഞ്ഞ് നൊവ്വാന, തുടർന്ന് തിരുനാൾ കൊടിയേറ്റവും നടന്നു. ശേഷം ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം തലക്കോട്ടുകര പള്ളി വികാരി ഫാദർ ക്ലമന്റ് വാഴപ്പറമ്പിൽ നിർവഹിച്ചു. തിരുനാൾ ദിവസം വൈകിട്ട് 5 മണിക്ക് വികാരി ഫാദർ ക്ലമന്റ് വാഴപ്പറമ്പിലിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും തുടർന്ന് നേർച്ച പായസ വിതരണവും ഉണ്ടായി. 6:30 ലതീഞ്ഞ്, നൊവേന എന്നിവയും തുടർന്ന് വൈകിട്ട് 7 മുതൽ 10 വരെ ദേവരാഗം തലക്കോട്ടുകരയുടെ ബാൻഡ് വാദ്യവും ശേഷം ഫാൻസി വെടിക്കെട്ടും നടന്നു. പുന്നൂർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും കുടുംബസംഗമവും അർഹതപ്പെട്ടവർക്കുള്ള കിറ്റ് വിതരണവും നടത്തി.
കഴിഞ്ഞ 16 വർഷമായി എല്ലാ മാസവും നടത്തിവരുന്ന കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പരിപാടികൾ നടത്തിയത്. കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ചെയർമാൻ കുഞ്ഞിമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വനിതാ വിംഗ് അധ്യക്ഷ കോട്ടയിൽ സൂറ ആശംസകൾ നേർന്നു. തുടർന്ന് പ്രശസ്ത മൈൻഡ് കോച്ച് മുഫീദ ക്ലാസ് എടുത്തു. കാരുണ്യം വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ സ്വാഗതവും വനിതാ വിംഗ് പ്രസിഡന്റ് സഫിയ കുഞ്ഞിമുഹമ്മദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന ഹോമിയോ മെഡിക്കൽ ക്യാമ്പിൽ പ്രശസ്ത ഹോമിയോ ഡോക്ടർ ജമാലുദ്ദീന്റെ നേതൃത്വത്തിൽ ഡോക്ടർ മിസിരിയ, ഡോക്ടർ ഷമീമ എന്നിവർ രോഗികളെ പരിശോധിച്ചു. 100-ലധികം രോഗികൾക്ക് എല്ലാ മാസവും പരിശോധനയും മരുന്നും തികച്ചും സൗജന്യമായാണ് നൽകിവരുന്നത്. മരുന്നു വിതരണത്തിന് കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ, ഷെരീഫ് പാണ്ടോത്തയിൽ എന്നിവർ നേതൃത്വം നൽകി. അർഹതപ്പെട്ട 100ഓളം പേർക്കുള്ള കിറ്റുകളും വിതരണം ചെയ്തു. വൈസ് ചെയർമാൻ അബൂബക്കർ പാറയിൽ, സ്റ്റാഫ് മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർകുളം അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിഷു കിറ്റ് വിതരണം നടത്തി. ക്ലബ് ഓഫീസിൽ നടന്ന പരിപാടിയിൽ മുൻ വാർഡ് മെമ്പറും ക്ലബ് രക്ഷാധികാരിയുമായ PS അലി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് സജിൽ, സെക്രട്ടറി ഷഹീൽ, മൂസിൻ, സാദിഖ്, ജമാൽ തെക്കേപ്പുറത്ത്, ഷമീം തുടങ്ങിയവർ സംബന്ധിച്ചു. ചർമ്മം. ചെമ്മണ്ണൂർ അങ്ങാടിയിൽ താമസിക്കുന്ന ചെറുവത്തൂർ കൊച്ചാപ്പു മകൻ ജോസ് നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ചെമ്മണ്ണൂർ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നടക്കും. LC ഭാര്യയാണ്. സജി, സുധിൻ, സനൽ, സിബി എന്നിവർ മക്കളാണ്. പെരിങ്ങോട് ഉണ്ണിയാടി വീട്ടിൽ പരേതനായ ബാലകൃഷ്ണൻ നായരുടെ ഭാര്യ അമ്മിണിയമ്മ നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. ഇന്ദിര, പരേതനായ ഉണ്ണികൃഷ്ണൻ, മോഹനൻ, പരേതനായ അരവിന്ദാക്ഷൻ, വാസുദേവൻ, അംബിക, രമ എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.